സിമി ആമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സഫാരിയിൽ പോകുമ്പോൾ എപ്പോഴും കാണാറുള്ളതാണ് ഈ പാക്കറ്റിൽ വരുന്ന ചക്ക. ഇത് 16.5 ദിർഹമാണ് ഒരു ചെറിയ പാക്കറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല. എന്തായാലും ഇത്തവണ ഞാൻ അതൊരെണ്ണം എടുത്തു നോക്കാമെന്ന് കരുതി. ഇതിലാകെ 12 ചുളയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ചെറിയൊരു മധുരമുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ റെഡി ടു ഈറ്റ് എന്നാണ് എഴുതിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ കഴിച്ച് തീർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിലുപരി കറി വെച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് കറി വെക്കാമെന്ന് കരുതി. കാരണം ഇത്തവണ നാട്ടിൽ പോയില്ല. ഇനി നാട്ടിൽ പോയാലും അപൂർവമായിട്ടേ ചക്ക കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും ചക്ക ഒന്ന് വെച്ച് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. എരിശ്ശേരി വെക്കാനായിരുന്നു ഞാൻ കരുതിയത്. അതുകൊണ്ട് തന്നെ അതിനെ കുക്കറിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കുന്നു. 1 കപ്പ് വെള്ളം ഞാൻ തികച്ചൊഴിച്ചിട്ടില്ല. കാരണം ആകെ 12 ചുളയല്ലേ ഉള്ളൂ. പക്ഷേ ഇനി കുക്കറിൽ കിടന്നിട്ട് കരിഞ്ഞു പോകാൻ ഇടയായാലോ. അതുകൊണ്ട് 1 കപ്പിന് അടുപ്പിച്ച് ഞാൻ വെള്ളം എടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവാനായിട്ട് വെച്ചു. ആ നേരത്തിന് ഞാൻ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് തേങ്ങ എടുത്തു. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തു. ചക്ക ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തു. അതേപോലെ പച്ചമുളകാണ് എരിവിന് വേണ്ടി ചേർത്തത്. തോരത്തിനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പോൾ അതിലും കൂടുതലായിട്ടാണ് നമ്മൾ അവിയലിന് അരയ്ക്കുന്നത്. അപ്പോൾ അതിലും ഒരല്പം കൂടിയായിട്ടാണ് ഞാൻ ചക്കയ്ക്ക് അരച്ചെടുത്തിട്ടുള്ളത്. ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചക്ക വയ്ക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ചക്ക വാങ്ങി വയ്ക്കുക അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങിച്ച് വയ്ക്കുന്നത്. ഇനി നാട്ടിൽ പോയാലും അങ്ങനെ ചക്കയുടെ സീസണൊക്കെ കഴിയുമ്പോഴായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ ചക്കയൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇനി കിട്ടിയാലും ആരെങ്കിലും വെച്ചതൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വെക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെ അധികം വരാറില്ല. എന്തായാലും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇന്ന് എരിശ്ശേരിയാണ് വെക്കാമെന്ന് കരുതി. അപ്പോൾ എരിശ്ശേരി വെക്കണതിന് നമ്മൾ കടുക് താളിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സാധാരണ കടുക് വറുക്കുന്നത് പോലെ വറുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് മൂപ്പിക്കണം. എന്നിട്ട് അതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഇട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ചക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ എരിശ്ശേരി ആവുന്നത്. എരിശ്ശേരി എപ്പോഴും ഇച്ചിരി ലൂസായിട്ടിരിക്കണം. ചക്ക കഴിക്കുമ്പോൾ വയറിന് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒന്നും തോന്നാതിരിക്കാനായിട്ട് വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഒരല്പം കൂടുതൽ അരയ്ക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഒരല്പം കൂടുതലായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് ചെറിയൊരു മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ ഊണിന് പാവയ്ക്ക മെഴുക്ക് പുരട്ടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു കയ്പ്പ് കൂടി ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഒരു മധുരവും ഒക്കെ ആയിട്ട് ഊണ് എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്ക് ബായ്.